എന്താണ് പെക്കിംഗ് ഓർഡർ തിയറി? പെക്കിംഗ് ഓർഡർ തിയറി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ്സൺ ആണ് 1961. ഇത് പിന്നീട് 1984 മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈഡ് പെക്കിംഗ് ഓർഡർ തിയറി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഫേം അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്, അവർക്ക് ഫണ്ട് ഷോർട്ട് ആകുമ്പോൾ അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ഇഷ്യൂ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അവർക്ക് ആദ്യം ഫണ്ട് ഷോർട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ഫണ്ട് റേസ് ചെയ്യുന്നതാണ്. അവർക്ക് ഇന്റേണലി എന്താണ് ജനറേറ്റഡ് ഫണ്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടോ എന്ന് നോക്കും. ആ റീറ്റെയിൻഡ് ഏർണിങ്സ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യും? പുറത്തുനിന്ന് ലോൺ എടുക്കും. അല്ലെങ്കിൽ ലോൺ കഴിഞ്ഞ ശേഷം നോൺ കൺവേർട്ടിബിൾ ബോൺസ്, ദെൻ ഡിബഞ്ചേഴ്സ്, ദെൻ കൺവേർട്ടിബിൾ ഇൻസ്ട്രുമെന്റ്സ്, അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമേ അവർ പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതായത് ഇന്റേണലി ജനറേറ്റഡ് ഫണ്ട്സിന് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിന് നോ കോസ്റ്റും അതേപോലെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നവർക്ക് ഹൈ കോസ്റ്റും ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്ത് ചെയ്യുക? അവർ ഫിനാൻസ് റേസ്